അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ ഗിഫ്റ്റുകളും ഇങ്ങനെ അടുക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് കുറേ ഫൺ ഗെയിമോട് കൂടിയാണ് കേട്ടോ. അപ്പം ഡ്യൂട്ടിയിലുള്ള എല്ലാ ആൾക്കാരും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അതിനകത്തൊന്നും. ജസ്റ്റ് അവരൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തൊന്ന് വന്ന് മുഖം കാണിച്ചിട്ട് പോയിട്ടേ ഉള്ളേ. അല്ലാണ്ട് ഓഫുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്റ്റാഫൊന്നും ഇല്ലായിരുന്നു. വളരെ ചുരുക്കം ഒരു 10-15 സ്റ്റാഫൊക്കെ കാണും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പ്രോഗ്രാം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫുഡ് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന ഫുഡാണ്. നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന ഫുഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രോഗ്രാം ആയത് കാരണം നമ്മളെല്ലാവരും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരായിരുന്നു. വെളിയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കുകയൊന്നും ആയിരുന്നില്ല. അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് സാന്റയുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെയാണ് സംഭവം. ഇതൊരു കേക്കാണ് കേട്ടോ. ഇതൊരു ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഇല്ലേ കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഇത് എന്ത് കേക്കാണെന്നും ഇത് എവിടുത്തതാണെന്നും ഒക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാവേ. അപ്പോൾ ഇത് ആർക്കെങ്കിലും കണ്ടപ്പോൾ തന്നെ പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ഇട്ട് പറയണേ. കമൻറ്റ് ഇട്ട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റാഫ് കൊണ്ടുവന്നതാണ്. അവർ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് അവർ കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. അത് നല്ല രസമുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. നിങ്ങൾ കണ്ട കേക്ക് അത് ട്രീ കേക്കാണ് കേട്ടോ. അത് ലിത്വേനിയയിലെ ട്രീ കേക്കാണ്. ലിത്വേനിയയിലെ ഒരു സ്റ്റാഫ് നമുക്കുണ്ട്. ആൾ ഒറിജിനലി ഫ്രം ലിത്വേനിയ, അപ്പോൾ സെറ്റിൽഡ് ആയിട്ടുള്ള അയർലൻഡിലാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അവരുടെ ഹോമിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന കേക്കാണ് നിങ്ങൾ കണ്ടത്. കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനൊരു കേക്ക് കണ്ടിട്ടുണ്ടെങ്കിലോ കഴിച്ചിട്ടുണ്ടെങ്കിലോ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ കണ്ട കേക്ക് അത് ട്രീ കേക്കാണ് കേട്ടോ. അത് ലിത്വേനിയയിലെ ട്രീ കേക്കാണ്. ലിത്വേനിയയിലെ ഒരു സ്റ്റാഫ് നമുക്കുണ്ട്. ആൾ ഒറിജിനലി ഫ്രം ലിത്വേനിയ, അപ്പോൾ സെറ്റിൽഡ് ആയിട്ടുള്ള അയർലൻഡിലാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അവരുടെ ഹോമിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന കേക്കാണ് നിങ്ങൾ കണ്ടത്. കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനൊരു കേക്ക് കണ്ടിട്ടുണ്ടെങ്കിലോ കഴിച്ചിട്ടുണ്ടെങ്കിലോ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ആ ഒരു ടൈം വന്നെത്തി കേട്ടോ. നമ്മുടെ സീക്രട്ട് സാന്റയുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ടൈം വന്നിട്ടുണ്ട്. നമ്മുടെ CNMs ഒക്കെ പേര് വിളിച്ച് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് കൂടെ ഉണ്ടായിരുന്നേ. ഈ ഒരു ഇയർ ശരിക്കും ഞങ്ങൾക്ക് വളരെ ബിസി ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു കേട്ടോ. ഒരുപാട് കേസസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇതൊരു സർജിക്കൽ ഹോസ്പിറ്റലാണ്. ഓർത്തോപെഡിക് സർജിക്കൽ വാർഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു ഈ ഒരു ഇയർ. അപ്പോൾ ഒരുപാട് കേസസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഓൺ കോൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വളരെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി സ്കെഡ്യൂൾ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ഇയറിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഹാർഡ് വർക്കിലൂടെ ഞങ്ങൾ ആ ഒരു ഇയർ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ CNMസിൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു, സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ കൈ കൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഗിഫ്റ്റുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.